സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ് ലഭിച്ചതിന് ശേഷം തൊട്ടടുത്ത് അവതീർണമായിട്ടുള്ള ഒരു ഖുർആൻ സൂക്തം നമുക്കറിയാമത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ എന്ന് പറയുന്നൊരു ഭാഗം. പുതച്ചു മൂടിക്കിടക്കുന്നവനെ നീ ഉണരുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ചരിത്രപരമായി വായിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു വിചിത്രമായ അനുഭവത്തിന് ശേഷം തൻ്റെ ഒരു വലിയൊരു ദൗത്യം തന്നിൽ അർപ്പിതമായിരിക്കുന്നു എന്ന തിരിച്ചറിവിലും പനി ബാധിച്ച് കിടക്കുന്ന നബി തിരുമേനി പുതച്ചു മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ആ പുതപ്പ് തട്ടിമാറ്റി എഴുന്നേൽക്കുവാനാണ് അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ വിശ്രമിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന ഒരു വർത്തമാനമാണ് പ്രാഥമികമായി അതിനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുതപ്പ് തട്ടിമാറ്റുക എന്നത് വളരെ പ്രതീകാത്മകമായ ഒരു കാര്യമാണ് എന്നാണ് തോന്നുന്നത്. പുതപ്പ് തട്ടിമാറ്റുക, സമൂഹത്തിന് മുകളിൽ ഒരു കട്ടിപ്പുതപ്പ് പോലെ നിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങളും അത്യാചാരങ്ങളും, ഈ അനാചാരങ്ങളെയും അത്യാചാരങ്ങളെയും തകർക്കുക, പൊളിക്കുക, ഇതാണ് പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് എന്ന് കാണേണ്ടതാണ്. മതത്തിൻ്റെ ശരിയായ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞെങ്കിൽ പോലും അതിൻ്റെ പ്രയോഗത്തിൽ പിന്നീട് സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഈ അവസ്ഥയിൽ ചിന്തിക്കേണ്ടതാണ്. നബി തിരുമേനി അഭിമുഖീകരിച്ച ഒരു മതമുണ്ടായിരുന്നു, യേശുക്രിസ്തു അഭിമുഖീകരിച്ച ഒരു മതമുണ്ടായിരുന്നു, അതുപോലെ ശ്രീബുദ്ധൻ അഭിമുഖീകരിച്ച ഒരു മതമുണ്ടായിരുന്നു. അപ്പോൾ ഈ മതങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കേവലം ആചാരങ്ങളായി മാത്രം മതത്തെ ചുരുക്കുകയും എന്നിട്ട് ആ ആചാരങ്ങളുടെ മുരിക്കകത്ത് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ അധീശത്വങ്ങളെയും അനാശാസ്യതകളെയും ഭദ്രമായി നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയുമാണ് ചെയ്തിരുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ വേദങ്ങളുടെ പേരും പാരമ്പര്യവും അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവരിപ്രകാരം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതാണ് ചരിത്രം. ഒരു പ്രവാചകൻ തിരിച്ചു വരുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു പ്രവാചകൻ തിരിച്ചു വരുന്നു. ബ്രദേഴ്സ് കാരമസോവ് എന്ന ഒരു വിഖ്യാതമായ നോവലുണ്ടല്ലോ, വിശ്വസാഹിത്യകാരനായ ഫയദോർ ദസ്തേവ്സ്കിയുടെ നോവലാണ്. അതിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥയുണ്ട്. അതിന് പാരബിൾ ഓഫ് ദി ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്നാണ് പറയുക. പാരബിൾ ഓഫ് ദി ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന അതിൻ്റെ ഒരു ഉപാഖ്യാനം ഈ ബ്രദേഴ്സ് കാരമസോവിലെ കഥാപാത്രങ്ങൾ, അലോഷ്യ എന്ന കഥാപാത്രത്തോട് ഇവാൻ പറയുന്ന കഥയാണ്. അതെന്താണെന്ന് വെച്ചാൽ സ്പെയിനിലെ ഇൻക്വിസിഷന് കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലം. ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. മതത്തിൻ്റെ ഒരു പ്രയോഗരൂപം തന്നെയാണത്. മതത്തിൻ്റെ ഒരു പ്രയോഗരൂപം തന്നെയാണ് ഈ പറയുന്ന മതദ്രോഹ കുറ്റവിചാരണ. ഇതിന് കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള സെവില്ല എന്ന സ്ഥലത്ത് യേശുക്രിസ്തു വീണ്ടും വരുന്നതായിട്ടാണ് സങ്കല്പം. യേശുക്രിസ്തു വീണ്ടും വരികയാണ്. അങ്ങനെ വീണ്ടും വന്ന യേശുക്രിസ്തു അദ്ദേഹത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിയുകയും യേശു ബൈബിളിൽ പറഞ്ഞതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിക്കുകയും അത്ഭുത പ്രവൃത്തികൾ കാണിക്കുകയും ഒക്കെ ചെയ്തു. ആളുകൾ യേശുവിൻ്റെ പിന്നാലെ കൂടുന്നു എന്ന് കണ്ടതോടുകൂടി സഭ യേശുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് വിചാരണ നടത്തി, മതദ്രോഹ വിചാരണ നടത്തി തീയിൽ ചുട്ടുകൊല്ലുവാൻ വേണ്ടി വിധിക്കുകയും ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് അന്ന് രാത്രി ഗ്രാൻഡ് ഇൻക്വിസിറ്റർ, മുഖ്യ മതദ്രോഹ വിചാരകൻ യേശുവിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരികയാണ്. യേശുവിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ആ സംസാരത്തിനിടയിൽ മതദ്രോഹ വിചാരകൻ പറയുന്നൊരു കാര്യം, സഭയ്ക്ക് ഇപ്പോൾ ഒരു യേശുവിന് ആവശ്യമില്ല എന്നുള്ളതാണ്. സഭയ്ക്ക് ഇപ്പോൾ ഒരു യേശുവിന് ആവശ്യമില്ല. അവിടെ നിന്നൊക്കെ വിട്ടുപോയിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതവും മതരൂപവുമുണ്ട്. അതിൽ സാമാന്യം ഒരുപാട് ആളുകൾ ആശ്വാസം കണ്ടെത്തുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് അണികൾ നമുക്കുണ്ട്. അങ്ങനെ വളരെ ഭദ്രമായ ഒരു സമ്പ്രദായമായി, ഒരു സിസ്റ്റമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ്. അതിനപ്പുറം വേറൊന്നും ആവശ്യമില്ല. ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മാർട്ടിൻ സ്കോർസീസിന്റെ സിനിമ, അത് കസൻ സക്കീസിന്റെ നോവലിന്റെ ഒരു സിനിമാ രൂപമാണ്. അതിനുകൊണ്ട് സമാനമായ ഒരു സന്ദർഭം. സെന്റ് പോൾ നിന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. സെന്റ് പോൾ നിന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് പ്രലോഭിതനായി കുരിശിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് പിന്നെ ജീവിതം നയിക്കുകയായിരുന്ന യേശു തൻ്റെ മക്കളോടൊപ്പം അതുവഴി വരുന്നത്. യേശു മഗ്ദലന മറിയത്തോടൊപ്പവും ലാസറിന്റെ സഹോദരി മറിയത്തോടൊപ്പവും അവരുടെ മരണശേഷം മാർത്തയോടൊപ്പവും ദാമ്പത്യ ജീവിതം നയിച്ചു എന്നാണ് അതിൽ പറയുന്നത്. എന്നിട്ട് മക്കളോടൊപ്പം വരികയാണ്. മക്കളോടൊപ്പം വരുന്ന ക്രിസ്തു സെന്റ് പോളിന്റെ സുവിശേഷം കേട്ട് ഈ സുവിശേഷ പ്രസംഗകനെ കിട്ടാൻ വേണ്ടി കാത്തു നിന്നു.
അവസാനം തനിച്ച് കിട്ടിയപ്പോൾ പറഞ്ഞു, ഞാനാണ് യേശു ക്രിസ്തു, നിങ്ങളാ പ്രസംഗിച്ച ആൾ ഞാനാണ്. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരാളൊന്നുമല്ല, ദൈവപുത്രനല്ല. ഞാൻ നസറേത്തിലെ ഒരു തച്ചന്റെ മകനാണ്. കസൻ സക്കീസിന്റെ വീക്ഷണമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാർട്ടിൻ സ്കോർസീസിന്റെ വീക്ഷണം. ഇതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ നസറേത്തിലെ ഒരു തച്ചന്റെ മകനാണ്, ഒരു ആശാരിയുടെ മകനാണ്. മാത്രവുമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പിന്നെ മരണം വരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ സെന്റ് പോൾ അദ്ദേഹത്തോട് പറയാണ്, സംഗതി ശരിയായിരിക്കാം, പക്ഷെ യേശു ആരാണെന്ന് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ക്രിസ്തു ആരാണെന്ന് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേലെയാണ് നിന്റെ വർത്തമാനം വിലപ്പോവില്ല, അതുകൊണ്ട് തടികേടാക്കാതെ സ്ഥലം വിടുകയാണ് നല്ലത് എന്നാണ് അവിടെ സെന്റ് പോൾ ക്രിസ്തുവിനോട് പറഞ്ഞത് എന്നാണ് കാണുന്നത്. ഇതുപോലെ സമാനമായ സ്വഭാവത്തിൽ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ ക്രിസ്തുവിനോട് പറയുന്നത്, ഇപ്പൊ തൽക്കാലം നമുക്കൊരു ക്രിസ്തുവിന് ആവശ്യമില്ല, അതുകൊണ്ട് നീ ഇവിടുന്ന് പോവാണ് വേണ്ടത് യഥാർത്ഥത്തിൽ. പിന്നെ മാത്രമല്ല, ഇദ്ദേഹം അതിന് കാരണം പറയുന്നുണ്ട്. ക്രിസ്തുവിനെ 3 വട്ടം പ്രലോഭിപ്പിച്ച ഒരു സംഭവം പറയുന്നുണ്ടല്ലോ ബൈബിളില്. 3 വട്ടം സാത്താൻ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ 3ന്റെ ഒരു കണക്കെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇബ്രാഹിം നബിയെ 3 വട്ടം സാത്താൻ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് നമ്മളും ഒരു കഥ പറയാറുണ്ട്. ഇബ്രാഹിം നബിയെ 3 വട്ടമാണ് സാത്താൻ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ 3 തവണയും ആ പ്രലോഭനത്തെ അതിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ജംറകളിൽ കല്ലെറിയുന്നത് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കി പോരാറുള്ളത്. അതുപോലെ സാത്താന്റെ രൂപം എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ അതേ അവസരത്തിൽ 3 തരത്തിൽ പ്രലോഭിപ്പിക്കാൻ മുഹമ്മദ് നബിയെയും ശ്രമിച്ചതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. 3 തരത്തിൽ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ഖുറൈശി പ്രമാണിമാരാണ് അവിടെ സാത്താന്റെ രൂപത്തിൽ വന്നത്, അല്ലെങ്കിൽ സാത്താൻ അവരുടെ രൂപത്തിലാണ് വന്നിട്ട് പറഞ്ഞത്, നീ ഇത് നിർത്തിയിട്ട് സ്ഥലം വിടാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ അത് ഞങ്ങൾ തരാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രലോഭനത്തിൽ വീണില്ല. രണ്ടാമതായിട്ട്, നിനക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ അത് ഞങ്ങൾ തരാം. ഇനി പെണ്ണാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരികയും ചെയ്യാം. സാമാന്യേന ഏതൊരു മനുഷ്യനും വീണു പോകുന്ന പ്രലോഭനങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രലോഭനങ്ങളെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിജയിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അന്ന് നിലനിന്നിരുന്ന അധീശ വ്യവസ്ഥ, അധികാരം, സമ്പത്ത്, പെണ്ണ്, ഈ 3 സംഗതികളെ സംബന്ധിച്ച് വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളുടെ നിരാകരണം കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള നിലപാടുകളുടെ നിരാകരണം കാണാൻ സാധിക്കും. നിനക്ക് പെണ്ണിനെയാണ് വേണ്ടതെങ്കിൽ പെണ്ണിനെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ പെണ്ണ് കേവലം ഒരു ക്രയവിക്രയ വസ്തുവായിട്ട് മാറാൻ. നിനക്ക് അതാണ് വേണ്ടതെങ്കിൽ പറയും, ഞങ്ങൾ അങ്ങോട്ട് തരാം. അതുപോലെ ഏത് തരത്തിലുള്ള അധികാരമാണ് നിനക്ക് തരാം എന്ന് അവര് പറയുന്നത്? ഒരു അധികാര വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരും അംഗീകരിച്ചിട്ടില്ല. ഒരു അധീശ വ്യവസ്ഥയെ, അധികാരം മുഴുവനും അള്ളാഹുവിന് മാത്രം എന്നുള്ളതാണല്ലോ മുഹമ്മദ് നബി തിരുമേനിയുടെ പ്രബോധനം തന്നെ. അതുകൊണ്ട് തന്നെ അധികാരം തരാം എന്ന് ഇവര് പറയുമ്പോൾ രാഷ്ട്രീയമായ നേതൃത്വത്തെ കുറിച്ചാണെങ്കിൽ അത് വേണ്ട എന്ന് മുഹമ്മദ് നബി വെച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള നേതൃത്വവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൈകാര്യ കർത്തൃത്വവും വേണ്ട എന്ന് മുഹമ്മദ് നബി തീരുമാനിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ പോലും നിന്നിൽ നിന്ന് ഒരു അധികാര ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് പ്രവാചകനെ അള്ളാഹു പഠിപ്പിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ സമ്പത്ത് മോശമാണെന്ന് പ്രവാചകൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ അതേ അവസരത്തിൽ ഇപ്പറയുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന പൗരോഹിത്യം പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുമ്പോൾ അർത്ഥം വേറെയാണ്, ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. ശരിക്കും പ്രീസ്റ്റോക്രസി എന്ന് പറയണം. ശരിക്കും യഥാർത്ഥത്തിൽ അതിന് എക്ലീസിയാസ്റ്റിക്കൽ സപ്രീമസി എന്നൊരു വാക്കുണ്ട്. എക്ലീസിയാസ്റ്റിക്കൽ സപ്രീമസി, പൗരോഹിത്യം എന്നല്ല, പുരോഹിതാധിപത്യം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ പുരോഹിതാധിപത്യം നിലനിൽക്കുന്ന അധീശ വ്യവസ്ഥ പെണ്ണിനെ മുന്നോട്ട് നീട്ടുകയാണ്, അതുപോലെ അധികാരത്തെ മുന്നോട്ട് നിൽക്കുകയാണ്, സമ്പത്ത് മുന്നോട്ട് നീട്ടുകയാണ്. ഈ 3 പ്രലോഭനങ്ങളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിജയിക്കുകയാണ്. സമാനമായിട്ട് 3 പ്രലോഭനത്തിന്റെ കഥയാണ് ബൈബിളിലും പറയുന്നത്. അത് മത്തായിയും ലൂക്കയും ഒക്കെ എഴുതിയിട്ടുള്ള സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. സാത്താൻ യേശുവിനോട് ആദ്യം പറയും, 40 ദിവസം അദ്ദേഹം ഉപവസിച്ചു. മരുഭൂമിയിലേക്ക് മാലാഖ കൊണ്ടുപോയതാണെന്നാണ് പറയുന്നത്. മരുഭൂമിയിൽ ചെന്നിട്ട് 40 ദിവസം ഉപവസിച്ചപ്പോൾ അവന് വിശന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വിശന്ന സന്ദർഭത്തിൽ സാത്താൻ വന്നിട്ട് പറഞ്ഞു, നീ ആ കല്ലിനോട് അപ്പമായി മാറാൻ പറയുക. നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നിന്റെ വിശപ്പ് മാറ്റാം, ആ കല്ലിനോട് അപ്പമായി മാറാൻ പറയുക. അവിടെ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പത്തിന്റെ പ്രസക്തി അവിടെ നിരാകരിക്കുന്നില്ല.
അപ്പത്തിന്റെ പ്രസക്തിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി തിരുമേനി രാഷ്ട്രീയമായ കൈകാര്യകർത്തൃത്വത്തിന്റെ പ്രസക്തിയെ നിരാകരിച്ചിട്ടില്ല, സമ്പത്തിനെ നിരാകരിച്ചിട്ടില്ല. ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പടച്ച തമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് 3 കാര്യങ്ങളാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇണയുടെ പ്രണയത്തിന്റെ അനുഭൂതിയാണ്. രണ്ടാമത്തത് പെർഫ്യൂമാണ്, സുഗന്ധമാണ്. സുഗന്ധം എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയമാണല്ലോ. മൂന്നാമത്തത് സുജൂദാണ്, എന്റെ നമസ്കാരമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രമേൽ ജീവിതത്തെ സംബന്ധിച്ച് അത്രയും പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള സമീപനം വെച്ച് പുലർത്തുന്ന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു വൈരാഗ്യ ജീവിതത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടേ ഇല്ല. എന്നാൽ പോലും ഇവര് മുന്നോട്ട് വെക്കുന്ന പെണ്ണ് എന്നത് അവിടെ പെണ്ണൊരു ക്രയവിക്രയ വസ്തുവായി മാറുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള പ്രലോഭനങ്ങൾ, നീ കല്ലിനോട് അപ്പമായി മാറാൻ പറയുക എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു പറഞ്ഞത് അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, അവിടെ സാത്താൻ തോറ്റു. ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം. രണ്ടാമത്, ക്രിസ്തുവിനെ യെരൂശലേം ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടു നിർത്തി, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ചെന്ന് നിന്നപ്പോൾ അവിടെ വന്നിട്ട് സാത്താൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് താഴോട്ട് ചാട്, കാരണം നീ ദൈവപുത്രനെങ്കിൽ നിന്നോട് തന്നെ തിരുവഴുത്തുകളിലൂടെ അരുളിയിട്ടുണ്ടല്ലോ, നിന്റെ കാലുകൾ കല്ലിൽ തട്ടാതെ ദൈവത്തിന്റെ മാലാഖമാർ നിന്നെ കാത്തുകൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ആയതുകൊണ്ട് നീ ചാടിയാൽ അത്ഭുതം സംഭവിക്കും. വലിയ സാധ്യതയാണത്. കാരണം എന്തെന്നാൽ അത്ഭുതമാണ് ആത്മീയത എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരൊക്കെ തടിച്ചുകൂടുമെന്നുള്ളത് ഉറപ്പാണ്. യേശുക്രിസ്തു അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ അത്ഭുത പ്രവർത്തനങ്ങൾക്കൊക്കെയും സാമൂഹികമായ അർത്ഥങ്ങളുമുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. അതിനപ്പുറം മാജിക്ക് കാണിക്കുക എന്നുള്ളത് ഒരു പ്രവാചകന്റെയും ലക്ഷ്യമായിരുന്നില്ല. ശ്രീബുദ്ധനെ സംബന്ധിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. ഒരു വലിയ സമ്പന്നൻ ഒരു 6 ആള് പൊക്കത്തില് ഒരു ഗോപുരം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ചന്ദനത്തിന്റെ ഒരു പാത്രം തൂക്കിയിട്ടു. ചന്ദനത്തിന്റെ പാത്രം തൂക്കിയിട്ട് പറഞ്ഞു, തോട്ടി ഉപയോഗിക്കാതെയും മേണി വെക്കാതെയും ഇതിന്റെ ആ പാത്രം സ്വന്തമാക്കുന്നവർക്ക്, യോഗബലം കൊണ്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നവർക്ക് അതെടുക്കാവുന്നതാണെന്ന് പറഞ്ഞു. ചന്ദനത്തിന്റെ പാത്രം എന്ന് പറഞ്ഞാൽ വലിയ വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. ആ സമയത്താണ് ബുദ്ധ ശിഷ്യനായ കശ്യപൻ അതുവഴി വന്നത്. കശ്യപൻ അതുവഴി വന്നിട്ട് അദ്ദേഹത്തിന്റെ യോഗശക്തി കൊണ്ട് ഈ പാത്രം സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. യോഗശക്തി കൊണ്ട് എങ്ങനെ സ്വന്തമാക്കാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും യോഗശക്തി കൊണ്ട് സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് കശ്യപൻ ബുദ്ധനെ സമീപിച്ചപ്പോൾ ബുദ്ധൻ കശ്യപന്റെ കയ്യിൽ ഈ ചന്ദനപാത്രം കണ്ടിട്ട് ചോദിച്ചു, അതെവിടെന്നാ കിട്ടിയത്? കാരണം ഭിക്ഷുക്കൾക്ക് ചന്ദനപാത്രം കൊണ്ട് നടക്കാൻ പാടില്ല. ചന്ദനപാത്രം കൊണ്ട് നടക്കാനോ സ്വർണവും രത്നവും അണിയാനോ ഒന്നും ഭിക്ഷുക്കൾക്ക് പാടില്ല. അപ്പൊ ഇതെവിടുന്നാ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കശ്യപൻ സംഭവം പറഞ്ഞപ്പോൾ ഉടനെ ആ പാത്രം വാങ്ങിച്ചിട്ട് അടുത്തുള്ള തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഭിക്ഷുക്കളെ, നിങ്ങൾക്കൊരു പക്ഷേ ഇത്തരത്തിലുള്ള യോഗശക്തിയൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ നിങ്ങളത് പ്രകടിപ്പിക്കരുത്, പ്രദർശിപ്പിക്കരുത്. കാരണം എന്തെന്നാൽ ഞാനിങ്ങോട്ട് നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത് അത്ഭുത പ്രവൃത്തികൾ കാണിക്കാനല്ല, മനുഷ്യനെ നന്മ